ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്നൊരു പുതിയ യാത്രയിലെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയം 2:30-2:45 ആയിട്ടേ ഉള്ളൂ കേട്ടോ. പാലാ KSRTC സ്റ്റാൻഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്ക് കലോത്സവ വേദിയിലേക്ക് പോവുകയാണ് കേട്ടോ. കലോത്സവ നഗരിയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, റിസർവേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി റിസർവേഷനൊക്കെ എടുത്ത് ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് സെറ്റായി ഇരുന്നിങ്ങനെ കുറച്ച് റീൽസ് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഷട്ടർ താത്തിട്ടേക്കുമായിരുന്നു കേട്ടോ, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നുകൊണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെ ഞങ്ങളൊരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഷട്ടർ തുറന്ന് നോക്കിയപ്പോഴേക്കും പാലിയേക്കര ടോളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് എന്താ പറയുക, ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് തൃശ്ശൂരെത്തിയപ്പോൾ ഞങ്ങൾ വന്ന ബസ്സാണ് ഞാനിപ്പോൾ കാണിച്ചത്. തൃശ്ശൂരെത്തി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വിശപ്പ് നല്ല ഫുഡ് കഴിക്കാം, നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കി കയറണമല്ലോ എന്ന് ഓർത്തിട്ട് നല്ല ഹോട്ടലൊക്കെ തപ്പി നടക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ എന്നാൽ ഹോട്ടലിൻ്റെ പേര് ഗൂഗിൾ ചെയ്തിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങൾ നടക്കുകയാണ്. ഒരു 500 മീറ്ററാണ് സ്റ്റാൻഡിൽ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ പിന്നെ രാവിലെയല്ലേ, കൈവിശിയൊക്കെ നടക്കാം. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടി നടക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നടന്നു. അപ്പം മോന് സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പളിയ നൃത്തം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമായിരുന്നേ. അപ്പോൾ അതവൻ തലേദിവസം തന്നെ സ്കൂളിൽ നിന്ന് സ്കൂളുകാരുടെ എല്ലാവരുടെയും കൂടെ ഉച്ചയ്ക്ക് തലേദിവസം തന്നെ പോകുന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രം, എനിക്ക് ഇവിടെ തിരക്കുകളും കോളേജിലെ തിരക്കുകളും എല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തലേദിവസം ഒപ്പം വരാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന്, വിശപ്പ് ആണല്ലോ ഏറ്റവും വലിയൊരു ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടൽ ഭാരതിലേക്ക് എത്തി. അവിടെ രാവിലെ ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലി, വട, നല്ല കോഫി ഒക്കെ ആയിട്ട് കുടിച്ച് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും ഞങ്ങൾ എന്നാൽ നടന്ന് പോയാലോ എന്നൊക്കെ ഓർത്തു. 1 കിലോമീറ്റർ താഴെ കാണിക്കണ്ടായിരുന്നുള്ളൂ, നടന്നു പോയാലോ എന്നൊക്കെ ഓർത്തു. പക്ഷെ എന്നാലും നടക്കാനൊരു മടി കാരണം ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് പോന്നു. അങ്ങനെ ഞങ്ങൾ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വെച്ചാണ് ഇവരുടെ പളിയ നൃത്തം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ അതിനകത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഈവനിങ് മീഡിയ കവറേജൊക്കെ വന്ന സമയത്ത് ഒരു ചാനലിന് വേണ്ടി കാണിച്ചൊരു പോയിൻ്റാണ്. അപ്പോൾ അത് മാത്രം കുറച്ച് ഭാഗം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയുടെ വിശേഷം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ബൈ ബൈ.